മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സും പ്രോഫിറ്റബിൾ ആവാത്തതിൻ്റെ കാരണം അവർ വിചാരിക്കുന്നത് അവരുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ്, അവരുടെ സെറ്റപ്പിൻ്റെ പ്രശ്നമാണ് എന്നാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ സെറ്റപ്പും ചാർട്ടും മാത്രമല്ല. ട്രേഡിംഗ് എന്ന് നിങ്ങളും നിങ്ങളുടെ മൈൻഡും തമ്മിലുള്ളൊരു വാറാണ്. സോ നിങ്ങൾക്ക് ആ വാറിൽ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിൽ വിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സോ ദിസ് ഈസ് RY ഫ്രം സോർനൈറ്റ്. ഇന്നത്തെ വീഡിയോയിലൂടെ സൈക്കോളജി നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം, എന്തൊക്കെയാണ് വീക്ക് സൈക്കോളജി, ഇതിനെക്കുറിച്ച് നമ്മൾ ഫുള്ളി നിങ്ങൾക്കൊരു വ്യൂ തരുന്നുണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെ ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഇതിനെക്കുറിച്ച് നമ്മൾ ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു ഓവർവ്യൂ തരുന്നുണ്ടാകും. ആൻഡ് ഇതിനായിട്ടുള്ള ആക്ഷനബിൾ സ്റ്റെപ്സ് കൂടെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടാകും. സോ സൈക്കോളജിയാണ് വിന്നേഴ്സിനെയും ലൂസേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു കാൺട്ട് കൺട്രോൾ യുവർ ഇമോഷൻസ്, ഫോർഗെറ്റ് അബൌട്ട് ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയെ ഞാൻ കുറച്ച് പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 9 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും ലാഗ് അടിക്കാതെ ഡയറക്റ്റ്ലി അതൊട്ട് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ദ ട്രൂത്ത് അബൌട്ട് ട്രേഡിംഗ് സൈക്കോളജി. ട്രേഡിംഗ് സൈക്കോളജി എന്ന വേർഡ് നിങ്ങൾക്ക് കേൾക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ വരുന്നത്? നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ വലിയൊരു ഇമ്പാക്റ്റ് തരുന്ന സാധനമായിട്ടാണോ തോന്നുന്നത്? ഓർ ജസ്റ്റ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ലാത്തൊരു കാര്യമായിട്ടാണോ തോന്നുന്നത്? സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ചാർട്ടും ആൻഡ് നിങ്ങളുടെ അനാലിസിസ്, നിങ്ങളുടെ സെറ്റപ്പ് നോക്കിയിട്ട് ബൈ ഓർ സെൽ ഈ 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതല്ല ട്രേഡിംഗ്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇതാണ് ആക്ച്വലി ട്രേഡിംഗ്. സോ നമുക്ക് വാരൻ ബഫറ്റിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആൻ ഇൻവെസ്റ്റേഴ്സ് വേഴ്സ്റ്റ് എനിമി ഈസ് നോട്ട് ദ മാർക്കറ്റ് ഇറ്റ് സെൽഫ് ബട്ട് ഹിസ് ഓൺ ഇമോഷൻസ്. വാരൻ ബഫറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണിത്. നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ട്രേഡറിൻ്റെ അടുത്ത് പോയാലും അവർ പറയാൻ പോകുന്ന കാര്യം, ട്രേഡിങ്ങിൽ 90% നിങ്ങളുടെ സൈക്കോളജിയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് 10% നിങ്ങളുടെ സ്ട്രാറ്റജി ഓർ സെറ്റപ്പിന് വരുന്ന ഒരു റോൾ. സോ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് അതിൻ്റെ ട്രൂത്ത്. സോ നമുക്ക് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലോട്ട് പോവാം. കൺട്രോളിങ് ഇമോഷൻസ്, ഫിയർ ആൻഡ് ഗ്രീഡ്. ഫിയർ ആൻഡ് ഗ്രീഡ്, ഈ 2 സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഹാർഡ് ടു വിൻ ഇൻ ദിസ് ഗെയിം. ഈ ഫിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പ് കാണുകയാണ്. അതായത് നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പ്, ഇൻക്ലൂഡിങ് നിങ്ങൾ പിന്നെ ഒരു ടൈം ആൻഡ് പ്രൈസ് ഒക്കെ അലൈൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ആൻഡ് പ്രൈസ് ഫുള്ളി അലൈൻഡാണ്. നിങ്ങളുടെ സെറ്റപ്പ് കണ്ടാലും നിങ്ങൾക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, നിങ്ങൾക്കൊരു പേടി വരികയാണ്. എന്നിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാതെ നിങ്ങൾ വെയിറ്റ് ചെയ്തു ആൻഡ് ദ ട്രേഡ്സ് മൂവ് എക്സാക്ട്ലി ആസ് യു എക്സ്പെക്റ്റഡ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത അതുപോലെ തന്നെ ട്രേഡ് മൂവ് ചെയ്തു. പക്ഷേ നിങ്ങൾ ഈ നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ചാർട്ടിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്? ഇവിടെ നിങ്ങൾക്ക് ആ ട്രേഡ് മിസ്സായി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്തതുകൊണ്ടാണ്. സോ ഈ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ സൊല്യൂഷൻ എന്താ. നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്തുകൊണ്ടാണ്. സോ ഇതിനുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് ഗ്രീഡ് എന്താണെന്ന് നോക്കി നോക്കാം. ഗ്രീഡ് നിങ്ങളെ ട്രേഡിങ്ങിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗ്രീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഓവർ ട്രേഡ് ചെയ്യിപ്പിക്കും. അതായത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങൾക്ക് ഡെയിലി റൂൾസ് ഉണ്ടാവുമല്ലോ, അതിൽ മേ ബി നിങ്ങൾ 1% പ്രോഫിറ്റ് ആവും ഡെയിലി റൂൾ വെച്ചിട്ടുണ്ടാവും. സോ അവിടെ നിങ്ങൾക്ക് 2 ട്രേഡ് അടുപ്പിച്ച് നിങ്ങൾക്ക് TP അടിച്ചു ആൻഡ് നിങ്ങളുടെ ടാർഗറ്റ് ഫോർ ദ ഡേ ആയി കഴിഞ്ഞു. ഓക്കെ, സോ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഇനിയും വേണം, പ്രോഫിറ്റ് ഇനിയും വേണം, നിങ്ങൾക്ക് വേഗം ഫണ്ടഡ് അക്കൗണ്ട് കിട്ടണം. ഈ ഒരു സൈക്കോളജിക്കലി നിങ്ങൾക്കൊരു ട്വിസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി അടുത്ത ട്രേഡിലോട്ട് ജമ്പ് ചെയ്യും. അവിടെ എന്താ സംഭവിക്കുക? മേ ബി നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെൻറ്റും നിങ്ങൾ കളഞ്ഞിട്ടുണ്ടാവും ആൻഡ് മേ ബി ആ ഒരൊറ്റ ട്രേഡ് നിങ്ങളുടെ അക്കൗണ്ട് വരെ ബ്ലോ ചെയ്തേക്കാം. സോ ഈ 2 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, ഫിയർ ആൻഡ് ഗ്രീഡ്. ഇത് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാർഡ് ടു സ്റ്റേ ഇൻ ദിസ് മാർക്കറ്റ്. സോ ഇത് നിങ്ങൾക്ക് എങ്ങനെ ബീറ്റ് ചെയ്യാം? ഹൗ ക്യാൻ യു ബീറ്റ് ഫിയർ ആൻഡ് ഗ്രീഡ്? ഇതിന് നമ്മൾ 3 സ്റ്റെപ്പ് പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഹാവ് എ പ്ലാൻ ആൻഡ് ഫോളോ ഇറ്റ്. നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളെ സെറ്റപ്പ് എന്താണ്, നിങ്ങൾ എത്ര ട്രേഡ് എടുക്കണം, ഇതിനെല്ലാം നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം.
ആൻഡ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ചൊരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ നോ സെക്കൻഡ് ഗസ്സിങ്, ഡയറക്റ്റ് കയറുക, എൻട്രി എടുക്കുക. വേറെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ സെറ്റപ്പ് ഫുള്ളി അവിടെ നിങ്ങളുടെ സെറ്റപ്പ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു എൻട്രി വന്നാൽ പിന്നെ ഒരു സെക്കൻഡ് ഗസ്സിങ്ങിന് നിൽക്കണ്ട, ഡയറക്റ്റ്ലി എൻട്രി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് പോയിന്റിലോട്ട് പോവാം. നെവർ ചേസ് ദ മാർക്കറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി മിസ്സായി, അത് എന്ത് കാരണമായാലും, മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡ്രോ ഡൗണിലാണ്. സോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഇമോഷണലി ഒരു പുഷ് ഉണ്ടാവും നിങ്ങളുടെ അക്കൗണ്ട് ബ്രേക്ക് ഈവനിലോട്ട് കയറ്റിയിടാൻ. ആൻഡ് നിങ്ങളുടെ ഒരു ഹൈ കോൺഫിഡൻസ് സെറ്റപ്പ് അവിടെ ഫോം ചെയ്തു. ഇപ്പോൾ ഒരു A+ സെറ്റപ്പ് എന്നൊക്കെ പറയില്ലേ ചിലവർ, അങ്ങനെ പറയാം. നമുക്കൊരു A+ സെറ്റപ്പ് ഫോം ചെയ്തു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ പുറത്തായിരുന്നു ആ സെറ്റപ്പ് ഫോം ചെയ്ത ടൈമിൽ. സോ ആ സെറ്റപ്പ് പോയി എന്നുള്ളൊരു റിഗ്രറ്റ് കാരണം നിങ്ങൾ അടുത്ത ട്രേഡ് എടുക്കാതിരിക്കാൻ നോക്കുക. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ സെറ്റപ്പ് കണ്ടാൽ ട്രേഡ് എടുക്കരുത് എന്നല്ല. നിങ്ങൾക്ക് ആ ട്രേഡ് മിസ്സായി, അതുകൊണ്ട് വെറുതെ ആ മൂവ്മെൻറ്റിനൊപ്പം ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു ട്രേഡ് എടുക്കുക. അങ്ങനെ ഒരു എൻട്രിയിലോട്ട് പോകരുത്. ജസ്റ്റ് നിങ്ങൾ മൈൻഡിലൊരു കാര്യം വെച്ചാൽ മതി, മാർക്കറ്റ് നാളെ ഉണ്ടാവും. സോ നിങ്ങൾ പേടിക്കണ്ട, നാളെ മാർക്കറ്റ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് നാളെ വേറെ ഒരു ട്രേഡ് മാർക്കറ്റ് തരും. സോ ഒരിക്കലും ഓവർ ട്രേഡിങ്ങിലോട്ട് പോകാതിരിക്കാനായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും മാർക്കറ്റിനെ ചേസ് ചെയ്യരുത്. നൗ ദ തേർഡ് പോയിൻറ്റ്, ടേക്ക് യുവർ പ്രോഫിറ്റ് ആൻഡ് വാക്ക് അവേ. നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ട് RR വേണമെന്ന് നമ്മളെല്ലാ വീട്ടിലും പറയുന്നുണ്ട്. സോ മേ ബി അതൊരു 1:2 ആകാം, അല്ലെങ്കിൽ 1:3. നിങ്ങൾക്ക് നിങ്ങളുടെ RR അടിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർഷ്യലി ബുക്ക് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. പാർഷ്യലി ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ്സ് സെക്യൂർ ചെയ്തിരിക്കണം. അത് വെറുതെ നിങ്ങൾ റൺ ചെയ്യരുത്, പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണം. ആസ് എ ബിഗിനർ നമുക്ക് ഓരോ ട്രേഡ്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തന്നെ പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് എങ്ങനെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാമെന്നുള്ള പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ തേർഡ് പോയിൻറ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ബിലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. മേ ബി അത് നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്തേക്കാം. ഈവൻ ദോ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുക. സിസ്റ്റത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് എൻജോയ് യുവർ പ്രോസസ്സ്. അങ്ങനെ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാം. ഈ ഡിസിപ്ലിൻ ആയിരിക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? സോ അതിനുള്ള ഒരു ഇത് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്കായിട്ട് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുതന്നെയാണ് നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ട്രേഡിൽ 1% റിസ്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് ടു ഇറ്റ്. അതിലേറെ റിസ്ക് ചെയ്യാൻ പോകരുത്. കുറച്ച് നിങ്ങൾക്ക് റിസ്ക് ചെയ്യാം നിങ്ങളുടെ റൂളിനനുസരിച്ച്. അതായത് നിങ്ങൾ മാക്സിമം 1% എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പിൻ്റെ കോൺഫിഡൻസിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് മേ ബി ഹൈ വിൻ റേറ്റ്, ലോ വിൻ റേറ്റ് അങ്ങനെ സെറ്റപ്പ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യുക. പക്ഷേ മാക്സിമം 1% അധികം പോകരുത്. നോ ദ സെക്കൻഡ് തിങ്, നിങ്ങൾ നിങ്ങളുടെ റൂളിൽ 2 വിൻസിന് ശേഷം പിന്നെ അന്ന് ട്രേഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ ചാർട്ടിലോട്ട് പോകണ്ട. ക്ലോസ് യുവർ ചാർട്ട് ക്ലോസ് ചെയ്ത് പോവുക. സോ ദ തേർഡ് പോയിൻറ്റ്, നിങ്ങൾ ഈ റൂൾസൊക്കെ സെറ്റ് ചെയ്തത് എന്തിനാണ്? ഈ റൂൾസ് ഫോളോ ചെയ്യാൻ വേണ്ടിയല്ലേ. സോ സിംപ്ലി ഫോളോ ദ റൂൾസ്. ഇതാണ് ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്ന് ട്രേഡിങ്ങിൽ പറയുന്നത്. സോ ദർ ഈസ് നോ എക്സ്ക്യൂസ്. ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സാധനമല്ല, അത് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട സാധനമാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസിപ്ലിൻ. സോ ഇനി നമുക്ക് ഫോർത്ത് പോയിന്റിലോട്ട് പോകാം, ദ പവർ ഓഫ് പേഷ്യൻസ് ഇൻ ട്രേഡിങ്. ഈ പവർ ഓഫ് പേഷ്യൻസ് ഇൻ ട്രേഡിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വരുന്നൊരു കോട്ട് വാരൻ ബഫറ്റിന് തന്നെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ട്രാൻസ്ഫറിങ് മണി ഫ്രം ഇംപേഷ്യൻറ്റ് ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻസ് ആയിരിക്കുക എന്നുള്ളത് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഷ്യൻസ് ഈസ് ദ കീ. നിങ്ങൾ ഏത് പ്രൊഫഷണൽ ട്രേഡേഴ്സ്, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഏത് ട്രേഡറുടെ അടുത്ത് പോയാലും അവർ പറയും അവരുടെ സെറ്റപ്പ് എത്തുന്നത് വരെ അവർ മാർക്കറ്റിനെ ഫോഴ്സ് ചെയ്യില്ല. ദേ വെയിറ്റ് ഫോർ ദെയർ സെറ്റപ്പ്. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് ഫോം ചെയ്യുന്നവരെ മേ ബി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് സൈക്കോളജിക്കലി പുഷ് വന്നുകൊണ്ട് നിങ്ങൾ മേ ബി ഡയറക്റ്റ്ലി വെറുതെ റാൻഡംലി എൻട്രീസൊക്കെ എടുത്തു എന്ന് വരും. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് 1 ഹൈ ക്വാളിറ്റി ട്രേഡ് ഈസ് ബെറ്റർ ദാൻ 10 ഇമ്പൾസീവ് ട്രേഡ്സ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള നിങ്ങളേതെങ്കിലും പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മേ ബി അവർ ഡെയിലി ട്രേഡ്സ് എടുത്തൊന്നും വരില്ല.
പക്ഷെ അവരെടുക്കുന്ന ട്രേഡ്സ് അവരവരുടെ സെറ്റപ്പിനനുസരിച്ചായിട്ടും എടുക്കുന്നുണ്ടാവുക. സോ ഡെയിലി ട്രേഡ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഹൈ ക്വാളിറ്റി സെറ്റപ്പിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ ഇനി നമുക്ക് നമ്മുടെ 5th ടോപ്പിക്കിലോട്ട് പോവാം. ഡീലിംഗ് വിത്ത് ലോസസ് ട്രേഡിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ലോസസ് എന്തായാലും ഇവിടെ ഉണ്ടാകും. പക്ഷേ അവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും ഒരു പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളും തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ ലോസിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയാം. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രേഡറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഒരു ലോസ് വരുന്ന ടൈമിൽ നിങ്ങൾ പാനിക് ആകുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരെ വരുന്നുണ്ടാവും. മേ ബി നിങ്ങൾ അതിനുശേഷം റിവെഞ്ച് ട്രേഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. സോ ഒരു പ്രൊഫഷണൽ ട്രേഡറിൻ്റെ POVയിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ട്രേഡ് അവർ എടുത്തു കഴിഞ്ഞാൽ മേ ബി അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ജസ്റ്റ് അവർ ട്രേഡ് റിവ്യൂ ചെയ്യും. അതായത് അവരുടെ പ്രശ്നമാണോ, അവരെന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തോ, അവർ സെറ്റപ്പ് കറക്റ്റ് ഫോളോ ചെയ്തില്ലേ എന്ന് ജസ്റ്റ് അവർ റിവ്യൂ ചെയ്യും. പിന്നെ അവരെന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദേ വിൽ ലേൺ ഫ്രം ഇറ്റ്. അവർ അതിൽ നിന്നൊരു ലെസൺ എടുക്കും ആൻഡ് ദേ വിൽ കം ബാക്ക് സ്ട്രോങ്ങർ. അത്രേ ഉള്ളൂ. സോ ടേക്ക് ദ ലോസ്, അക്സെപ്റ്റ് ഇറ്റ്. വേറെ ഒന്നും ചെയ്യാനില്ല. ലോസ് വന്ന് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ലോസ് വന്നതെന്ന് നോക്കുക. സോ ഇനി നമുക്ക് നമ്മുടെ 6th ടോപ്പിക്കിലോട്ട് പോകാം. ജേർണലിംഗ് ആൻഡ് റിവ്യൂയിങ് ട്രേഡ്സ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ജേർണലിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഹാബിറ്റ് യു ക്യാൻ ഡെവലപ്പ് ഇൻ യുവർ ട്രേഡിംഗ് ജേണി. ജേർണൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജേർണൽ കറക്റ്റായിട്ട് ചെയ്യുകയാണ് ആൻഡ് ഒരു ക്വാർട്ടർലി അല്ലെങ്കിൽ ഒരു വീക്കിലി നിങ്ങളുടെ ജേർണൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം ഷുവർ ദാറ്റ് നിങ്ങൾ ഓരോ വീക്ക് കഴിയുമ്പോഴും അതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടാവും. നിങ്ങൾ ജേർണൽ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, അത് വിന്നായിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ നോക്കേണ്ട എന്താ വെച്ചാൽ എന്തുകൊണ്ട് അത് TP അടിച്ചു, അല്ല ഇനി SL അടിച്ചതെന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ് വെൻറ്റ് റോങ്, അല്ല ഇനി അത് SL അടിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി നിങ്ങളുടെ ഇറർ കാരണമാണ് അവിടെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ലെസൺ എടുക്കുക ആൻഡ് നിങ്ങൾക്ക് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കുക. ഇങ്ങനെ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിന്ന് ലെസൺസ് എടുത്ത് ഗ്രോ ചെയ്യാൻ പറ്റുക. സോ ജേർണൽ ചെയ്യുക, ജേർണൽ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ജേർണലി. സോ ഇനി നമുക്ക് 7th ടോപ്പിക്കിലോട്ട് പോകാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഹാൻഡ്ലിങ് വിൻസ് വിത്തൗട്ട് ഈഗോ. മേ ബി നിങ്ങൾക്കൊരു വിന്നിങ് സ്ട്രീക്ക് വരാം. വിന്നിങ് സ്ട്രീക്ക് ചിലരുടെ കേസിൽ എനിക്ക് പലരെയും അറിയാം, വിന്നിങ് സ്ട്രീക്ക് വന്നതിന് ശേഷം അവർക്ക് ലോസിങ് സ്ട്രീക്കിനെക്കാട്ടിലും പൊട്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് വിന്നിങ് സ്ട്രീക്ക് വന്ന കാരണം എന്താ, നമുക്ക് ഈ സക്സസ് ആയിട്ട് അതായത് നമ്മളെടുക്കുന്ന എല്ലാ ട്രേഡ്സും ഇങ്ങനെ വിന്നാവുന്ന ടൈമിൽ മേ ബി ഒരു ഓവർ കോൺഫിഡൻസ് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓവർ കോൺഫിഡൻസ് വന്നാൽ മേ ബി നിങ്ങൾ പൊസിഷൻ സൈസിങ് ഒക്കെ വിട്ട് മേ ബി നിങ്ങളൊരു ഗാംബ്ലേഴ്സ് ഫാലസിക്ക് വരെ പോയി എന്ന് വരാം. സോ എപ്പോഴും നിങ്ങൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. സ്റ്റേ ഹമ്പിൾ. മാർക്കറ്റ് നിങ്ങൾ ഇന്നലെ എന്തുണ്ടാക്കിയെന്ന് മാർക്കറ്റ് നോക്കാൻ പോകുന്നില്ല. ഇന്ന് മാർക്കറ്റ് തരുന്ന എടുക്കുക, പോവുക. ഹമ്പിളായിട്ടിരിക്കുക മാർക്കറ്റിനോട്. ഒരിക്കലും ഗ്രീഡി ആവാനോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടോ മാർക്കറ്റിനെ കാണാതിരിക്കുക. ഇനി 8th പോയിൻ്റാണ്, ഫെയ്ത്ത് ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്. സോർനൈറ്റ് ഞങ്ങൾ ഒരു ഫെയ്ത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിൽ തന്നെ ബിലീവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കറിയാം എല്ലാം നടക്കുന്നത് ഒരു റീസൺ കൊണ്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ലോസ് വന്നാൽ ഞങ്ങൾക്കറിയാം അത് ഞങ്ങളുടെ ഫെയിലിയർ അല്ല, അതിൽ നിന്നൊരു ലെസൺ എടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഒരു ട്രേഡ് എൻ്റർ ചെയ്താൽ ഞങ്ങൾ ഒരിക്കലും അതിൻ്റെ മേലെ സ്ട്രെസ്ഡ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കാറില്ല. ഞങ്ങൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും ആൻഡ് അതിൻ്റെ TP സെറ്റ് ചെയ്യും, എന്നിട്ട് അത് റൺ ചെയ്യാൻ വിടും. അല്ലാതെ നമ്മളൊരിക്കലും ഫിയറോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് കൊളാക്കാറില്ല. നമ്മുടെ സെറ്റപ്പ് കാണുന്നു, എൻട്രി എടുക്കുന്നു, SL or TP സെറ്റ് ചെയ്ത് വെക്കുന്നു. SL or TP അല്ല, SL and TP സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് എത്തുന്നത് വരെ ട്രേഡ് വിൽ റൺ. നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ലെവൽ എത്തുമ്പോൾ മനസ്സിലാവും ട്രേഡിംഗ് ഈസ് എ പ്രോബബിലിറ്റി ഗെയിം. ആ ഒരു ലെവൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ മൈൻഡ് സെറ്റ് ചേഞ്ച് ആവും ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് എല്ലാ ട്രേഡും വിന്നാവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ ഫോളോ ചെയ്യുക ആൻഡ് പ്രോബബിലിറ്റി വിൽ പ്ലേ ഔട്ട്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഫെയ്ത്ത്, ഡിസിപ്ലിൻ, എക്സിക്യൂഷൻ, ഇതാണ് നമുക്കിവിടെ ട്രേഡിങ്ങിൽ ലോങ് റണ്ണിൽ വേണ്ടത്. ഫെയ്ത്ത്, ഡിസിപ്ലിൻ ആൻഡ് എക്സിക്യൂഷൻ. ഓക്കെ, സോ ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് വീഡിയോ, ദ ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ്. ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ്, ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എന്താവണമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 8 ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ എന്തായാലും നമുക്കൊരു ഓവർവ്യൂ ഇതിനെക്കുറിച്ച് തരാം. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് പറ്റിയ പണിയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളൊരു വീക്ക് മൈൻഡ് സെറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ട്രേഡിങ് ക്വിറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് വീക്കിൽ നിന്ന് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ആക്കി നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ട്രേഡിങ് ഇറ്റ് വിൽ ടെസ്റ്റ് യു. നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ പരീക്ഷിക്കും. ടൈം എത്തുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇത് ക്വിറ്റ് ചെയ്താലോ എന്ന് വരെ തോന്നും. സോ നിങ്ങളവിടെ ക്വിറ്റ് ചെയ്യാതെ നിങ്ങളവിടെ നിങ്ങളുടെ പ്ലാൻ ഫോളോ ചെയ്ത് പ്രോസസ്സിനെ എൻജോയ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഷുവറാണ്, നിങ്ങൾ ആദ്യം എടുക്കുന്ന ഫുൾ എഫേർട്ടിനുള്ള റിവാർഡ് എൻഡിൽ കിട്ടും. ആൻഡ് ദാറ്റ് റിവാർഡ് വിൽ ബി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഇമോഷൻസ് ഒന്നും വരുന്നില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സെറ്റപ്പ് വരുന്ന ടൈമിൽ ഫുൾ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് വേ. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. നിങ്ങൾ റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. യു വിൽ മേക്ക് ഇറ്റ് ഫോർ ഷുവർ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ട്രേഡിങ്ങിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഇതാണ് ഏകദേശം 90% ലൂസിങ് ട്രേഡേഴ്സിനെയും 10% പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻസ്. സോ നെക്സ്റ്റ് വീഡിയോ എന്താ വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ 6 ആണ്. ഓവർനൈറ്റ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, ഞങ്ങളുടെ സീക്രട്ട് സോഴ്സസ് ആൻഡ് കുറച്ച് ടിപ്സുമായിട്ടാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ഇറ്റ്. ആ വീഡിയോയുമായിട്ട് LNK വരുന്നുണ്ടാകും. So this is RY signing off. Bye.